ജൂൺ 1 ലാസ്റ്റ് ഡേ ആണ് ഇങ്ങനെ 10 മണി വരെ കിടന്ന് ഉറങ്ങാൻ പറ്റിയത്. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ വെള്ളിയാഴ്ച രാത്രി പോന്നു, ശനിയാഴ്ച ലീവായിരുന്നു അമ്മ. ശനി ഞായറും ഇനി വെക്കേഷൻ ടൈം അല്ലാതെ എനിക്ക് ഇങ്ങോട്ട് ഒരു വരവില്ല. സാറ്റർഡേയും സൺഡേ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല. ഒരുപാട് നേരം കിടന്ന് ഉറങ്ങി. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു. കാശിക്കൂട്ടൻ ഏറ്റിട്ടുണ്ടായില്ല, പക്ഷെ പാറുമോൾ ഏറ്റു. ഞാനത് മൈൻഡ് ചെയ്തില്ല ഗൈസ്. കാരണം മൺഡേ തൊട്ടിട്ട് നമ്മൾ വെളുപ്പിന് തന്നെ എണീക്കണം. എനിക്കാണ് ഏറ്റവും കൂടുതൽ സ്കൂൾ തുറക്കണതിൻ്റെ ഒരു മടി എന്ന് പറയണത് കേട്ടോ. ഒരു 10:30 ആയപ്പോൾ ഞാൻ എണീറ്റു. അപ്പോൾ അതേ പാറുക്കൂട്ടൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ എടുത്തുണ്ട്. അച്ഛൻ ബീഫ് മേടിച്ചിട്ടുണ്ട്. ഞാൻ വന്ന് നിൽക്കല്ലേ, ഇനി ഇപ്പൊന്നും വരില്ലല്ലോ, അത് കാരണം ബീഫ് മേടിക്കാമെന്ന് പറഞ്ഞൊന്നുമില്ല, അച്ഛൻ മേടിച്ചു. അപ്പം കാശിക്കുട്ടനെ ഇപ്പം ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് പാറുമോള് വായൊക്കെ കഴുകി കൊടുക്കുകയാണ് കേട്ടോ. പാറുട്ടൻ നേരത്തെ എണിപ്പിച്ചു അമ്മ, കാരണം തിങ്കളാഴ്ചയും അവൾക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ നെക്സ്റ്റ് ഡേ. അപ്പോൾ പാറുമോള് രാവിലെ തന്നെ എണിപ്പിച്ചു. അവളുടെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മയുള്ളപ്പോൾ ഇത് ഭയങ്കര ആശ്വാസമാണ്. എന്താ പറയുക, വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ എണീറ്റ് അതൊക്കെ ചെയ്യിക്കേണ്ടി. എനിക്ക് സമാധാനമായിട്ട് ഇത്ര നേരം കിടന്ന് ഉറങ്ങാനും പറ്റില്ല. അപ്പോൾ ആ പണിയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായി. സ്പെഷ്യൽ ബീഫ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ നാളെ സ്കൂള് തുറന്നു വെച്ചിട്ട് ഓപ്പൺ ചെയ്തിടും. ആ, എന്തിനാ നാളികേരം നാളികേരം തക്കാളിക്ക് വേണ്ടായിരുന്നു. ഞാൻ ഉള്ള തക്കാളി മുഴുവൻ എടുത്തുണ്ടാക്കിയത് പോലെ ഉണ്ടാവും. ആണോ? അച്ഛാ, ആക്ച്വലി ഞാൻ അച്ഛനോടൊരു സാധനം മേടിക്കണം പറയാൻ വിചാരിച്ചിരുന്നു. ചിക്കൻ്റെ കരളില്ലേ, നെട്ടും ബോൾട്ടും. ആണോ? എന്തായാലും പൈസ പിന്നെ 100 രൂപ. ഞാൻ ചാന്തോന് ഇഷ്ടമല്ലായിരിക്കും അല്ലേ ചാന്ത? ഇല്ലല്ല, എനിക്ക് പിന്നെ ആർക്കും ഇഷ്ടമല്ല. പണിക്കാട്ടിലും ആർക്കും ഇഷ്ടമല്ല. പണിക്കാട്ടില് എല്ലാവരുടെ കരൾ എനിക്ക് കിട്ടാം. ഇവിടെ അച്ഛൻ ഇടയ്ക്ക് വെക്കുമായിരുന്നു. ചിക്കൻ്റെ നെട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരട്ടി വെക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരട്ടി തിന്നാൻ. പക്ഷെ ഇപ്പോൾ കുറേ നാളായി അങ്ങനെ കഴിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇപ്രാവശ്യം വരുമ്പോൾ ഉണ്ടാക്കിക്കണമെന്ന്. അച്ഛനപ്പോൾ ബീഫ് മേടിച്ച് വെച്ചിരിക്കുന്നു. ഗൈസ്, എങ്ങനെയുണ്ട് മഴ എങ്ങനെയുണ്ട്? മഴ ഇവിടെ നല്ലോണം തകർത്ത് പെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിൽ വെള്ളം നിൽക്കും, പക്ഷെ നിൽക്കും അപ്പോവും, അങ്ങനെയാണ്. എന്നാലും ഒരു വിളിഞ്ഞൊരു അവസ്ഥയാണ്. ഞാൻ ഇവിടേക്ക് കയറിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രൈഡേ നൈറ്റ് വന്നതാണ്. അത് ശനിയാഴ്ച അമ്മയ്ക്ക് ലീവായിരുന്നു. ശനിയാഴ്ച ലീവായതുകൊണ്ട് വന്നതാണ്. ഫ്രൈഡേ നൈറ്റ് കയറിയിട്ട് പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് അത്ര അറച്ചിട്ട് തണുപ്പൊക്കെ ഇല്ലേ. കാണിച്ചു തരാം മുറ്റത്തിൻ്റെ ഒരു അവസ്ഥ. കണ്ടോ ഗൈസ്, ഇതുപോലെയാണ് മുറ്റം നിൽക്കുക. ഇപ്പോൾ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കയറും വെള്ളം. രണ്ടാമത്തേക്ക് വരുന്നെങ്കിൽ നല്ല മഴയാവണേ, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ ഒരു പൊട്ടൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഗൈസ്, നാളെ സ്കൂൾ തുറക്കാണ്. ജൂൺ 1. ഞാൻ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്ത് എനിക്കറിയില്ല. മാക്സിമം വേഗം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടേക്ക് വന്നതിൻ്റെ ഒരു കാര്യം തന്നെ എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ, ഇനി സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്തൊന്നും തിരിച്ചു പോകാൻ പറ്റില്ല, ഇല്ലെങ്കിൽ വരാൻ പറ്റില്ല. ഇനി സാറ്റർഡേയും സൺഡേയും പറഞ്ഞു ഡാൻസ് ക്ലാസ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെന്തായാലും വിട്ടേ പറ്റൂ. കാരണം ഒരു ലോങ് ബ്രേക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായത് ഡാൻസിന്. കുറേ നാളായി പോയിട്ട് അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ടും ക്ലാസ്സും ഇല്ല അവൾക്ക്, ഡാൻസ് ക്ലാസ്. അപ്പോൾ ശരിക്കൊരു ടച്ച് വിട്ട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊന്നും കൂടെ ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ തുറന്ന ആഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും ഇവരുടെ യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തുണ്ട്, ഫോക്ക് ഡാൻസ് ഉണ്ടാകും പറഞ്ഞു. അപ്പോൾ അതിന് 1 മാസം മുമ്പ് പ്രാക്ടീസ് തുടങ്ങും. അപ്പം ഭയങ്കര ബിസി ആയിരിക്കും എന്തായാലും. ഇനി ഇങ്ങോട്ട് വരലെന്ന് പറയണത് അമ്മയ്ക്ക് ലീവുള്ള ദിവസം വല്ല ശനിയാഴ്ച വൈകുന്നേരം വന്ന് ഞായറാഴ്ച അങ്ങനെയും പറ്റില്ല. കാരണം ഞായറാഴ്ച പവർ ഡാൻസ് ക്ലാസ് ഉണ്ട്. കുറച്ചധികം നാളെന്തായാലും ഇനി വരാൻ പറ്റിയ. അതുകൊണ്ടാണ് ഞാൻ വിത്ത് മൈ ചേട്ടൻസ് പെർമിഷൻ ചേട്ടാ ഞാൻ പോട്ടെ പ്ലീസ്, അതിപ്പൊക്കോ പറഞ്ഞു. അപ്പോൾ വന്നു. പിന്നെ വൈകിട്ട് നമ്മൾ പോകും. ഏറ്റവും വലിയൊരു കാര്യം, ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്കും ഒന്നും
ചട്ടിട്ടിട്ടില്ല. അപ്പം ഞാൻ ഇന്നലെ ചാന്ദിനോട് ഞാൻ പറഞ്ഞത് ചാന്തു പ്ലീസ് എനിക്ക് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചട്ടിടാൻ അറിയില്ല. ഇടും, എന്നാലും ഞാൻ ചട്ടിടുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി സഞ്ജുവും ചാന്തും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഞ്ജു എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അടുക്കളയിൽ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഓൺ ഗോയിങ്. ഇനിയിപ്പോൾ ഞാൻ പിള്ളേരെ കാര്യങ്ങളൊന്നും നോക്കട്ടെ. അത് ഞാൻ വീണ്ടും ചെന്ന് എടുക്കുമ്പോൾ എനിക്കിനി എടുക്കാൻ പറ്റില്ലല്ലോ. എനിക്കിനി ശരി നേരം മാത്രമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അതാണ് ഏറ്റവും വിഷമം. എനിക്ക് കുറേ നേരം കിടന്ന് ഉറങ്ങാൻ പറ്റും. തണുപ്പല്ലേ. എന്നാലും ഇപ്രാവശ്യം തണുപ്പിൽ കുറച്ച് മുടിപ്പ് വെച്ച് കിടന്ന് ഉറങ്ങി. കാരണം നേരത്തെ തണവ് വന്നുകൊണ്ട് കുറച്ച് നേരം മുടിപ്പ് വെച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ പരിപാടികൾക്കൊക്കെ കിടക്കാം. കണ്ടോ ഈ പുള്ളിക്കൂട, ചന്തം നിറഞ്ഞൊരു പുള്ളിക്കൂട. ചേട്ടാ 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 സുന്ദരി, അമ്മയുടെ സുന്ദരി. ക്ലിക് 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 ക്ലിക്. ടിവിയുടെ ഉള്ളിൽ കയറിയിരിക്കുക നീ പൊന്നാ. ഹലോ ഏയ് അൽക്കുക്കിൻ്റെ ചെവിയിൽ എന്താ? അൽക്കുക്കിൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ്. ഏത് കുക്കറി ഷോട്ടിയാ? അര ടീസ്പൂൺ ഉപ്പ്. വയസ്സായില്ലേ, പിന്നെ നരയ്ക്കൂലേ? കേസ് എൻ്റെ അച്ഛന് ഒരു മുടി പോലും കറുത്തതില്ല, ഒക്കെ നരച്ചതാണ്. ഇപ്പൊ ഇങ്ങനെ സെറ്റ് ആക്കുന്നേ ഉള്ളൂ. നോക്കി നോക്കി, ഇത് ബീഫല്ലേ? ഇതില് ആരുടെയോ ഒരു കിച്ചൺ മറ്റേ റെസിപ്പീസ് ചാനലില് കോപ്പി അടിച്ച് അതേപോലെ ഉണ്ടാക്കും ഓരോ പ്രാവശ്യം ഓരോരോ. അതുണ്ട് അതുണ്ട്. നല്ല മഴയാണ്. അയ്യോ ഉണ്ടോ, ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ പോവില്ലേ പണിക്കാട്ടി? പണ്ട് എനിക്കായിരുന്നു ഈ ഡ്യൂട്ടി. സവാള, വെളുത്തുള്ളി, ഇഞ്ചി അരിയുന്ന ഡ്യൂട്ടി എനിക്കായിരുന്നു. ഇന്നത് എൻ്റെ നാത്തൂനായി. എന്താണ് അവിടുത്തെ വിശേഷം? സഞ്ജു എനിക്കടാ ഡാഡി ജോർജസ് ആൻഡ് മാർവലസ്. ഓ മതി 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 മതി, അത്രക്ക് മതി. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അൽഫാം മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേ ഇതെങ്ങനെ പൊടിച്ചത്? വാവ്, അൽഫാം മന്തിയെ മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ച് അമ്മ കുത്തിക്കാച്ചു തന്നു. ഗുഡ്. ഇവിടെ നിറയെ ചപ്പാത്തി ഉണ്ടായിട്ടും ഇന്നലത്തെ പുട്ടെടുത്ത് കഴിക്കുന്ന അമ്മ എല്ലാ വീട്ടിലും കാണും ഇങ്ങനത്തെ രാവിലെ. എൻ്റെ പൊന്നമ്മ ചപ്പാത്തി കഴിക്കി. അനിയ അനിയ അനിയുടെ മൂക്കുത്തി ഒന്ന് സൂം ചെയ്യട്ടെ. എന്തടി ചേച്ചി?
എന്താ ഉദ്ദേശിച്ചത്? മക്കളെ ചായ വേഗം കുടിച്ചിട്ട് നമുക്ക് ചട്ടിടാൻ ഇരിക്കണ്ടേ? സജ്ജു എന്താടാ അങ്ങനെ പറയല്ലേ? ചട്ടിടട്ടോ നമുക്ക്. അമ്മക്ക് ഇപ്പൊ എന്നൊന്നും വേണ്ടല്ലേ? അതെ, ഒരു ബജ്ജി ഉണ്ട് കാത്തിരിക്കാൻ. ബജ്ജിയോ? അയ്യോ, ഇന്നത്തെ സമൂസ. പാൽ കാപ്പി വെച്ചാൽ മതി, അവിടെ കാപ്പിപ്പൊടി ഇരിക്കുന്നുണ്ട്. ഓക്കെ, സൗകര്യമില്ല. അപ്പൊ ചായ കഴിക്കട്ടെ, ഞാനതെല്ലാം ചെയ്യട്ടെ. അപ്പൊ നമുക്കിന്ന് ചപ്പാത്തിയും ചിക്കൻ കറി എന്ന് പറയാം, തക്കാളി കറിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസത്തെ അൽഫാം പൊടിച്ചമ്മ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം. അതും കൂട്ടിയിട്ട് കഴിക്കാം. അപ്പം ഇവിടെ പാലുണ്ടായിരുന്നു, പക്ഷെ അത് പാല് സ്റ്റോപ്പായിപ്പോൾ. വെള്ളമായിരിക്കാം, മേ ബി കറവ് പറ്റിയിട്ടുണ്ടായിരിക്കാം. അതേ പാൽ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കുകയാണ്, വെയിൽ വന്നു. എല്ലാ അമ്മമാർക്കും ചില അമ്മമാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഭയങ്കര കുറുമ്പം പിള്ളേരാണെങ്കിൽ വീട്ടില് കുറച്ച് സമാധാനം ഉണ്ടാവും, പോയി ആ ഒരു നേരം കൊണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇന്ന് നല്ല മഴയാണെങ്കിൽ നാളെ സ്കൂൾ തുറക്കില്ല എന്നാണ്. പക്ഷെ നാളെ എന്തായാലും സ്കൂൾ തുറക്കും. ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പൊ തന്നെ വലിയൊരു മഴ പെയ്യും, പിന്നെ നല്ല വെയിൽ വരും, നല്ല മഴ വരും. അങ്ങനെ നിൽക്കുന്നത് കാലാവസ്ഥ. മോളെ അഞ്ചു മോളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലഞ്ച് ടൈമായി. എന്തൊക്കെ കേക്കില്ലേ കിട്ടിയാ? 12 മണി ആയപ്പോഴങ്ങോട്ട് ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ വീണ്ടും പോയി കിടന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. 3 പേര് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയും പിന്നെ ആ ചിക്കൻ്റെ സംഭവം അതൊക്കെ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. കാശിക്കൂട്ടൻ എന്തോ ഒരു ചിണുങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, വയ്യായാണ്, ചുമ തുടങ്ങിയിട്ടുണ്ട്, ജലദോഷം തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പാറു ചേച്ചി സ്കൂളിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് തുടങ്ങും. പക്ഷെ കാശിക്കൂട്ടൻ നേരത്തെ തുടങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. അതിൻ്റെ ഇടയിലാണ് ചാന്തു പറഞ്ഞത്, ചേച്ചി നമുക്ക് അവൾ സിനിമ വയ്ക്കാം, പ്രേത സിനിമ. പാറുവിന് ഫോൺ കൊടുത്തു കേട്ടോ, കാരണം പേടിയാവില്ലേ. പക്ഷെ അതിൻ്റെ ഇടയിൽ പ്രേതത്തിന്റെ സീനൊക്കെ വന്നപ്പോൾ അച്ഛനെ നിർത്തിവെപ്പിച്ചു. ഇന്നലെ അടിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒരു എംബ്ലം മിസ്സിംഗ് ആണെന്നാ പറഞ്ഞത്. അവളെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. അത് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കും. ഷർട്ട് അടിച്ചില്ല കേട്ടോ, കാരണം ഷർട്ടുകൾ ഉണ്ട് വീട്ടിൽ. അപ്പൊ ഷർട്ടിന്റെ തുണി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടെങ്ങാനും പാറതേ വരുന്നമ്മ, കുറച്ച് നാൾ കഴിഞ്ഞിട്ടെങ്ങാനും ഇനി ഷർട്ട് കേടായാലോ. അതുകൊണ്ട് ഷർട്ടിന്റെ തുണി മേടിച്ചു, അത് ഇപ്പൊ ഞാൻ അടിച്ചില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പാവട്ടിന്റെ യൂണിഫോം. പിന്നെ പാറുവിന്റെ ബാഗ്. ഈശ്വര, ഇതില് ഞാൻ നമ്മുടെ പാറൂട്ടന്റെ ബുക്സ്, ചട്ടിടേണ്ട ബുക്കുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോ ഇന്ന് എത്രാം തീയതി? 1-ാം തീയതി അല്ലേ? ജൂൺ 1-ാം തീയതി. ചേച്ചി വിളിക്കുന്നുണ്ട് അല്ലേ വരുന്നത്? ജൂൺ 1-ാം തീയതി. ജൂൺ 2-ാം തീയതി സ്കൂൾ വെക്കും. ഈ ബുക്ക് എനിക്ക് 1 മാസം മുമ്പ് കിട്ടി. എന്താണെന്നറിയില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇത്രയും ബുക്ക് ചട്ടിടാനുണ്ട് കേട്ടാ. അപ്പൊ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, 9 സ്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാപ്ലർ അല്ലേ, സ്റ്റാപ്ലർ. അപ്പോ നാത്തുനാരും അനിയനും കൂടെ ചട്ടിട്ടിരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ തുടങ്ങിക്കോട്ടെ. മാമൻ ചേച്ചീനെ ഓ രക്ഷിക്ക്, വലിക്കുന്നത് പോട്ടെ പോട്ടെ. രക്ഷിക്ക് ചേച്ചിനെ രക്ഷിക്ക്. ഓക്കെ ശരി, ഞാൻ ചെയ്യാം.
അപ്പോൾ ഗൈസ് നമ്മളിത് ചട്ട ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. കുറേ നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പാറുട്ടൻ അത് നോക്കി ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിത് ഇടാതിരിക്കുക. സാധാരണ ഇത് കീത്തുമാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് പ്രാവശ്യം ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നു. കാരണം എല്ലാതും ലാഗേജ് ലാസ്റ്റ് ഡേ ആയി. എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ചട്ട ഇടാതിരിക്കുകയാണ്. പണ്ടത്തെ നഷ്ടല്ലേ അത് ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നുണ്ട് ചട്ട ഇടാനിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ 2 പിള്ളേരെയും കുളിപ്പിച്ചുകൊണ്ട് വന്നു കേട്ടോ. സഞ്ജു ചട്ടയിടും, ചാന്തു സ്റ്റേപ്ലർ അടിക്കും, ഞാൻ നെയിം സ്ലിപ്പ് ഒട്ടിക്കും. ഈ 2 ഡ്യൂട്ടി ഇതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഡ്യൂട്ടികൾ എന്ന് പറയണത്. അപ്പോഴത്തേയും എന്താ പാർക്കൂട്ടനെ കൊണ്ട് ഓരോ വേർഡ്സ് ഇങ്ങനെ വായിപ്പിക്കുകയാണ് ഹിന്ദി കേട്ടോ. അല്ലേ കാവ്യ ഞാൻ പറഞ്ഞല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. അപ്പം ഞങ്ങളുടെ പണ്ടത്തെ കഥകളും ചാന്തു പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചട്ടിടാനിരിക്കുന്നത്. അമ്മയാണ് ഞങ്ങൾക്ക് ചട്ടിടാനുണ്ടായിരുന്നത് കേട്ടോ. അച്ഛനമ്മയാണ് ചാന്തുവിന് ചട്ടിടാനുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരുടെ വിശേഷം പറഞ്ഞ് അതിലത്തെ ഓരോ പാഠങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജു. അതായിരുന്നു സിംഹത്തിന്റെ വിചാരം. പക്ഷെ കൂട്ടുകാരനെ പിടിക്കാൻ പതുങ്ങി നിൽക്കുന്ന സിംഹത്തെ മറ്റു പശുക്കൾ കണ്ടു. ഉടൻ തന്നെ സുഹൃത്തിനെ രക്ഷിക്കാൻ അവർ ഓടി വന്നു. എന്നിട്ട് സിംഹത്തെ ഒറ്റ കുത്തു. സിംഹം തെറിച്ചു പോയി. സിംഹം പിന്നെ ഒരൊറ്റ നല്ല കൂട്ടുകാരുള്ളത് കൊണ്ട് പാവം പശുവിന് ജീവൻ തിരിച്ചു കിട്ടി. ഉത്തരം കൊല്ലിമേഞ്ഞ പശുക്കൾ തിരിച്ചു വരുന്നത് എപ്പോൾ? പശുക്കളെ കണ്ടപ്പോൾ സിംഹത്തിന് കൂട്ടുകാരനെ പിടിക്കാൻ ഡാഷ് നിൽക്കുന്ന സിംഹത്തെ മറ്റു പശുക്കൾ കണ്ടു. കൂട്ടുകാരനെ പിടിക്കാൻ ഡാഷ് നിൽക്കുന്ന സിംഹത്തെ നമുക്ക് ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമുക്ക് നെയിം സ്ലിപ്പ് കസ്റ്റമൈസ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ഇൻസ്റ്റ പേജിൽ നിന്ന് അങ്ങാണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നത് ക്രാഫ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റയിൽ നിന്നാണ് ഈ നെയിം സ്ലിപ്പ്. പിന്നെ നമ്മുടെ പാവട്ടൻ്റെ ഇൻസ്റ്റയിലുള്ള പിക്ക് വെച്ചിട്ട് ഒരുപാട് പേര് സെയിം സാധനം തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഞാൻ ഈ ഒരു നെയിം സ്ലിപ്പാണ് ഗൈസ് ഇടാന്ന് വിചാരിക്കുന്നത്. പിന്നെ നാളെ ജൂൺ 2 അവൾക്ക് യൂട്യൂബ് ബുക്ക് 5 അതായത് എക്സാം ഡിക്റ്റേഷൻ ബുക്ക് ഉണ്ടല്ലോ അത് 5 ഉണ്ട്. 5 കൊണ്ടുപോകണം. ഹിന്ദി വർക്ക് ബുക്ക്, മലയാളം എഴുത്തോല, പിന്നെ വേറെ ഇംഗ്ലീഷ് എന്തോ, അങ്ങനെ 5, 6, 7, 8 കൊണ്ടുപോകണം. നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ടൈം ടേബിൾ അനുസരിച്ച് എല്ലാ ബുക്കും കൊണ്ടുപോയി വരും. അപ്പോൾ ചട്ട എന്തായാലും ഇട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ വീട്ടിൽ നിന്ന് 2 കൊണ്ടുവന്നുള്ളൂ. തികയില്ല എന്നാണ് സഞ്ജു പറയുന്നത്. നോക്കട്ടെ. അപ്പം നെയിം സ്ലിപ്പ് ഒട്ടിക്കട്ടെ കേട്ടോ. ബുക്ക് നേരെ വെച്ചിട്ടൊട്ടിക്കണേ. ഇതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ ബീഫ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അതും കൊണ്ട് വരികയാണ്. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം ഏതൊക്കെയോ ചാനൽ നോക്കിയിട്ട് ഓരോ റെസിപ്പി കണ്ടുപിടിക്കും, അത് ട്രൈ ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് അച്ഛനിങ്ങനെ കുക്കിംഗ് ചെയ്യാനായിട്ടും പുതിയ റെസിപ്പീസൊക്കെ ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വലിയ കാര്യത്തിൽ പറഞ്ഞു ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ട്, അത് കൂട്ടി നോക്കുക എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ വലിയ പൊക്കി പറയാറൊന്നുമില്ല ഗൈസ്. ഞാൻ കുഴപ്പമില്ല, ആ ഒരു രീതിയിലാണ് ഞാനെപ്പോഴും പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ബീഫ് കറി നല്ല രസത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മത്തി ടാങ്ക് വെള്ളം കലക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചട്ടിട്ട് ഞങ്ങൾക്ക് ഈ ഗ്ലാസ് ചെറുതാ, എനിക്ക് വേണ്ട, എനിക്ക് പറ്റില്ല, എനിക്ക് വലിയ ഗ്ലാസ് വേണം. എനിക്ക് ആ ഗ്ലാസ് എനിക്ക് പാറു അമ്മയ്ക്ക് ഇതാ കൊറേ നേരം ഇട്ടിട്ടും തീരില്ല. എത്ര ബുക്ക് ഉണ്ട്? അത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഒരു 20, 21, 22 ബുക്ക് ഉണ്ട്. കുറച്ചിട്ടുണ്ട്. നാളേക്ക് കൊണ്ടോണ്ടത് ഇട്ടിട്ടുണ്ട്. ഈ ചട്ട കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടും. അല്ല വേറെ സഞ്ജു കാലൊക്കെ തെരിച്ചു. അമ്മ എന്റെ മോൻ ഉറങ്ങിയോ നോക്കിയേ.
ഞങ്ങൾ ചട്ടിട്ട് മടുത്തപ്പോഴത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടിടാൻ വേണ്ടിയിട്ട്. അമ്മയാണ് പണ്ട് ഞങ്ങൾക്ക് ഇട്ട് തന്നത്. പക്ഷേ അമ്മ ഇടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഗൈസ്. എന്നിട്ട് ഒരെണ്ണം മാത്രം ഞാൻ അമ്മേൻ്റെ കൊണ്ട് ഇടിച്ചുള്ളൂ. പെർഫെക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു. ഇത്രയും ഇടാനുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ടുള്ളൂ. കാരണം നമ്മളെ വീട്ടിൽ ചട്ടകൾ ഇരിക്കുന്നുണ്ട്. അപ്പം വീട്ടിൽ പോയിട്ട് ഇടാന്ന് വിചാരിച്ചു. ഇത് മൊത്തം ഇടാനുള്ളത് അവരുടെ ടൈം ടേബിൾ അനുസരിച്ച് കൊണ്ടുപോകേണ്ടത് ഇതാണ്. ഇത് മൊത്തം ഈ ബുക്സ് ഫുള്ള് പാറുവിന്റെ സ്കൂളിൽ വെക്കുള്ളൂ. അത്രയാണ്. അപ്പൊ ഇത് മൊത്തം നാളെ ഓപ്പണിംഗ് ഡേ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ പാറുവിന്റെ ഹോളിഡേ വർക്ക് ബുക്ക് ഇത് കൊണ്ടുപോകണം. ഇനി ബാക്കി പെൻഡിങ് ഇത് നമുക്ക് പിന്നെ ചട്ടിട്ടാൽ മതി. അതായത് 2.5 കോപ്പിയും 4.5 കോപ്പിയും കഴിയുമ്പോൾ ഇടുന്ന ചട്ടിട്ടാണ്. അപ്പൊ ഇത് ഇത്തിരി സമാധാനം ഉണ്ട്. ഇത് മാറ്റി ഇതെനിക്ക് വീട്ടിൽ പോയിട്ട് ഭാഷയോട് ഇടണം. അപ്പൊ ചട്ടിടൽ പരിപാടി ഒരു 3/4 ഭാഗം കഴിഞ്ഞു. ഈ വീട്ടിൽ ചെണ്ട് നാളെ ആയാലും ബാക്കി എനിക്കിത് പിറ്റേ ദിവസം ടൈം ടേബിൾ അനുസരിച്ചിട്ട് കൊണ്ടുപോയി വരും. ഇതാണ് നമ്മുടെ മാമ പൂ നോക്കിയിരിക്കാണ്. നമ്മുടെ മാമൻ കിടന്നുറങ്ങിയാണ്. ഏമ ആൻറ്റി തല മസാജ് ചെയ്യാണ്. ഞാനോ കൈ മസാജ് കണ്ടു. എൻ്റെ കൈ മസാജ് ഒക്കെ ചെയ്യുന്നത് ഞാൻ പിന്നെ ഒരു കാര്യം കാണിച്ചു ടെൻഷൻ ഉണ്ടോ? സ്കൂളിൽ പോകുന്നതിന്റെ ടെൻഷൻസ് വല്ലതും ഉണ്ടോ? ഞങ്ങൾക്കൊന്നും ടെൻഷനില്ല. ഇയാൾക്ക് പുതിയ ഫ്രണ്ട്സ്, പുതിയ ക്ലാസ്, പുതിയ ടീച്ചർ, അപ്പോ ടെൻഷനൊന്നും ഇല്ല? ടെൻഷനില്ല. ഹേയ് ബ്രോ, കിടന്നുറങ്ങാണോ? Yes girl, I'm a little bit sleeping. എനിക്ക് സോങ് ഒക്കെ അറിയാം. കണ്ടിട്ട് ഓ മേനി ഓർത്തിരിപ്പോ ഒരമ്മ താമരേ എന്നോദിട്ട് നിലാവമ്മ എൻ്റെ മാറിലും അമ്മ ഓമനി അങ്ങനെ പാറുവിൻ്റെ പാട്ടും കൂത്തും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ രാവിലെ കണ്ടിരുന്ന സിനിമ ഉണ്ടല്ലോ, അവരുടെ റൂമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സോഫയിലിരുന്ന് കാണാൻ തുടങ്ങി. എനിക്കും സഞ്ജുവിനും ഭയങ്കര പേടിയാണ്. പ്രേതെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എന്നൊക്കെ പേടിയാണ് സഞ്ജുവിന്. പക്ഷേ ചാന്ത് കണ്ടുകൊണ്ട് ചാന്ത് ബാക്കിലിരിക്കുന്നുണ്ട്. ഓരോ സീൻ വരുമ്പോഴും അവളിങ്ങനെ പറഞ്ഞു തരുന്നു, ഇപ്പോൾ പ്രേതമുണ്ട്, രണ്ടാളും പേടിക്കരുത്, അങ്ങനെ പറയരുത്. പക്ഷേ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അപ്പോൾ അതേ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സിനിമ. അവൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത സിനിമയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ സഞ്ജു ഹാളിൽ വെച്ചിട്ട് പേടിച്ച് ഒച്ചെടുത്ത് അകത്ത് കയറി പോയപ്പോഴാണ് കേട്ടോ അച്ഛൻ TV ഓഫ് ചെയ്തത്. അപ്പം അച്ഛൻ കാണാനാണ് അകത്തിരുന്ന് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, ഞാൻ പോകാൻ റെഡിയാവാണ്. ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ നിഖില് വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ കുറച്ച് സ്കൂൾ ബേസായിട്ട് കുറച്ച് തിരക്കിലാണ്. അപ്പം ഏട്ടന് വരാൻ പറ്റില്ല. പകരം നിഖിൽ എത്തുന്നതായിരിക്കും. സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കട്ടെ. കാശി എവിടെ പോയി? എവിടെ പോയി? മാമന്റെ കൂടെ പോയാ? മിഠായി മേടിക്കാൻ പോയാ? ഓക്കേ. അപ്പോൾ അതേ പാറുമോൾ ഒരുക്കുന്നത് ചാന്തുവാണ് കേട്ടോ. സഞ്ജു നിഖിലും കുഞ്ഞാവിയാണ് കൊണ്ടുവരാൻ വരുന്നത്. ഏട്ടനില്ല, ഏട്ടൻ്റെ സ്കൂളിൽ പോയിരിക്കുകയാണ് കേട്ടോ. സഞ്ജു, മേ ഐ കം ഇൻ? അല്ല, നിങ്ങളുടെ റൂമിലേക്ക് ചോദിക്കാതെ പെർമിഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ കൊന്ന് കൊല വിളിക്കും. ഓ ആയിക്കോട്ടെ. ഹലോ ഗായ്സ്, എനിക്ക് എല്ലാവരും ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കുറച്ചായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ ഇവളിവിടെ ഒന്ന് വീഡിയോ ഇടുമ്പോൾ എല്ലാവരും പറയണം ഞങ്ങൾക്ക് പ്രൈവസി ഇതായോ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രൈവസിയുടെ ഒരു കുറവില്ല. എൻ്റെ ചേച്ചി ഇവിടെ വല്ലപ്പോഴും മാത്രം വരുന്ന ഒരാളാണ്. വരുമ്പോൾ ഞങ്ങളുടെ നിൽക്കുന്നത് സംസാരിക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഇവള് വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയിൽ കാണാൻ എത്ര ഒരു 19 മിനിറ്റ് 20 മിനിറ്റ് വീഡിയോയിൽ കാണുമ്പോൾ ഞങ്ങളായിട്ട് ഇങ്ങനെ ഫുള്ളായി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, അത്രേ ഉള്ളൂ.
അതിലപ്പുറം ഇവർ ഞങ്ങൾക്ക് പ്രൈവസി തരാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഏത് സമയം ഞങ്ങളെ ഇടയിൽ വന്നിരിക്കുക ഞങ്ങളെ റൂമിൽ വന്നിരിക്കുക കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നും നല്ല കാര്യങ്ങൾ. ഞങ്ങൾക്ക് പ്രൈവസി കിട്ടാത്തതിൻ്റെ യാതൊരു വിധ കുഴപ്പങ്ങളും ഞങ്ങൾക്കില്ല. ഇനി അതുപോലെ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ആർക്കും വേണ്ട, മനസ്സിലായ? ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും പേര് ഇടാവേണ്ട ഗൈസ്, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഗൈസ്. ഓക്കെ, എന്നോട് സഞ്ജു ശാന്ത് ഉണ്ടല്ലോ, എനിക്ക് നമ്മുടെയൊക്കെ വീഡിയോസിന് കമന്റ് ഇടുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ അതിനോട് പറയും എൻ്റെ പൊന്ന് ചേച്ചിക്ക് ഇത് പറഞ്ഞുകൂടെ, ഡബ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൂടെ ചേച്ചിക്ക് ഇതങ്ങനെയല്ല ഇതിങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ ഞാൻ എന്തെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരുന്നത് ഇതങ്ങനെയാണ്, എൻ്റെ അനിയൻ്റെ റൂമാണ്, ഞാൻ അങ്ങനെ അല്ല, അങ്ങനെ എനിക്കെന്തോ പറയുമ്പോൾ എനിക്കെന്തോ പോലെ ആവുന്നത്. സോ ഞാൻ പറയാറില്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യം സഞ്ജയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിക്കാം, ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഞാൻ സംസാരിക്കേണ്ടെന്നൊക്കെ. ഇപ്പം എനിക്കതിനത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബിക്കോസ് എന്താണ്, അവൻ എൻ്റെ അനിയനാണ്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അവൻ ജനിച്ചപ്പോൾ തൊട്ട് എന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ച് എനിക്ക് എൻ്റെ അനിയനായിട്ടുള്ള റിലേഷൻ ഞാൻ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ വെച്ചാൽ എനിക്ക് പ്രത്യേക പരിഗണന അവന് കൊടുക്കാൻ പറ്റില്ല. മേ ബി പ്രത്യേക ഒരു പരിഗണന എനിക്ക് ചാന്തുവിന് കൊടുക്കാൻ പറ്റുമായിരിക്കും. അതല്ലാതെ എന്നെ സംബന്ധിച്ച് ഇവനൊരു കല്യാണം കഴിഞ്ഞൊരു പുരുഷനായി എന്ന് എനിക്ക് തോന്നാറില്ല ഗൈസ്. അത് വേറെ കാര്യം. പിന്നെ ഇവർക്ക് എനിക്കതറിയില്ല പറഞ്ഞു തരാൻ എങ്ങനെയാണ്. എനിവേ അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ അനിയൻ്റെ ഒരു വലിയ കലാസൃഷ്ടി കാണിച്ചു തരാം. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ അനിയൻ വരച്ചാണ്, അവൻ നന്നായിട്ട് വരയ്ക്കുന്നുള്ളത്. ഇപ്പോൾ പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അവനിങ്ങനെ എന്താ പറയുക, ക്ലോത്തുമ്മലൊക്കെ പെയിന്റ് ചെയ്യും, കസ്റ്റം ചെയ്ത് കൊടുക്കും സഞ്ജു. കണ്ടോ, ഇതിപ്പോൾ സഞ്ജുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പാൻറ്റാണ് കേട്ടോ. അതവൻ അവർ പറഞ്ഞതനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണിത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ സഞ്ജു ഈ സൈഡ് സെക്ഷൻ എന്താ? അതൊരു ഇതിന്റെ ജസ്റ്റ് ഒരു പേര് മാത്രം. അപ്പം പറഞ്ഞിട്ടുണ്ട് ഏടാണ് ഈ സെറ്റ് മുണ്ടുമലൊക്കെ ഒന്ന് ചെയ്യും. അപ്പോൾ ഒരു സെറ്റ് മുണ്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാലോ. അവന് വെറുതെ ഒരു അച്ഛൻ ന്യൂസ് നോക്കട്ടെ, അച്ഛൻ കണ്ടു നോക്കട്ടെ. സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ 4 മാറ്റി. അച്ഛൻ പറഞ്ഞു ഗൈസ് ഫ്രൈഡേ അല്ല 4 days കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ, 4-ാം തീയതി തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആശിച്ചു പോയി. നിങ്ങൾ വിചാരിക്കും ചേച്ചി സ്കൂൾ തുറക്കണേന്ന് ചേച്ചിക്ക് എന്താ അത്ര വലിയ പ്രശ്നമെന്ന്. വേറെ ഒന്നുമല്ല, ഈ വെക്കേഷൻ ശരിക്കും പറഞ്ഞാൽ എനിക്കായിരുന്നു. അതായത് മൂട്ടിൽ ഉച്ചയാകുമ്പോൾ ഇരിക്കുള്ളൂ ഗൈസ്. അങ്ങനെയൊക്കെ ഭയങ്കര ലേസിനെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെക്കേഷനായിരുന്നു. അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. ഉറങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടം ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കറക്റ്റ് ആവും ഒരാഴ്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നേരത്തെ എണീറ്റ് കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നേരത്തെ എണീക്കാൻ പറ്റാറില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പാറൂട്ടൻ്റെ റൂട്ടീനും കറക്റ്റാവും, എൻ്റെ റൂട്ടീനും കാശിയുടെ റൂട്ടീനും കറക്റ്റാവും. സോ വെറുതെ അച്ഛൻ്റെ ഒരു ഫേക്ക് ന്യൂസ് കാണിച്ചത്. എറണാകുളത്താണ് 4-ാം തീയതി തുറക്കുന്നത്. അങ്ങനെ വിഷമിച്ച് ഞാൻ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇപ്പോൾ കാശിക്കൂട്ടനാണെങ്കിലും രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കറക്റ്റ് സമയത്തിന് ഉറങ്ങും, ഞാനാണെങ്കിലും നേരത്തെ എണീക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ അടിപൊളിയായിരിക്കും, പാറും പെർഫെക്റ്റ് ആവും. അപ്പോൾ അതേ അവര് വന്നിട്ടുണ്ട് കേട്ടോ. അവര് വന്നിട്ട് ഞാൻ പോവാണ്. നാളെ 6 മണിക്ക് ഓംകാര ശങ്കിൽ ചേരുമ്പോൾ നാളെ തൊട്ട് തുടങ്ങണം ഞാൻ ഗൈസ്. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് വേണം എനിക്ക് പാറുൻ്റെ കൊണ്ടുപോകേണ്ട സ്കൂൾ ബാഗിൽ ബുക്സ് ആക്കി വെക്കണം, യൂണിഫോം തേച്ച് വെക്കണം, പിന്നെ നാളെ ഇടേണ്ട മേക്കപ്പിന് ഉണ്ട ചീർപ്പ് ആ സാധനം അറേഞ്ച് ചെയ്ത് വെക്കണം, ചെരുപ്പ് എടുത്ത് വെക്കണം, പെറ്റിക്കോട്ട് ടവലൊക്കെ എടുത്ത് വെക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ളത്. പക്ഷെ നമുക്കിന്ന് കുടുംബയോഗം ഉണ്ട്, 7 o'clock തുടങ്ങും. നമ്മൾ വന്ന ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ യോഗത്തിൽ പങ്കെടുത്ത് അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഒരു 9:30-10 മണിയോട് കൂടിയിട്ട് വീടെത്തുള്ളൂ. ഞാൻ സ്കൂളിൽ
സ്കൂളിലേക്ക് പോണ ദിവസങ്ങളിലൊക്കെ പാറുട്ടനൊരു 7:30 8 o'clock ആകുമ്പോൾ ഉറക്കും രാവിലെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പാറു എണീക്കുന്നതാണ് വിശ്വാസം. 2 days കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കെട്ടിയോനെ കാണുന്നത്. കെട്ടിയോൻ ഭയങ്കര തിരക്കിലാണ് ഗൈസ്. നമുക്കിന്ന് ഫുഡ് ഇവിടെ വെള്ളയപ്പവും പത്തിരിയും പൊറോട്ടയും പിന്നെ എന്നിട്ട് ഗോബി മഞ്ചൂരിയോ അങ്ങാണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു നമുക്ക് ഇന്നത്തെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. പാറുക്കുട്ടൻ എന്തൊക്കെയോ ഫോണിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ ഗെയിം എന്താ എന്നിട്ട് ഞാൻ സൗണ്ട് ഉണ്ടാക്കുകയാണ്. സൗണ്ട് ഉണ്ടാക്കി ഗൈസ് എൻ്റെ അമ്മയും പോയി, പിന്നെ അമ്മ ചേച്ചിയും പോയി. നമ്മളെന്ത് നമുക്കായി കളി തന്നെ കളിക്കാം. ഓക്കെ, നീ സൗണ്ട് ഉണ്ടാക്കി ഞാൻ പറയാം. എന്ത് സൗണ്ട്? ഞാൻ പോവാണ് ഗൈസ്. പാർക്കുട്ടി ഇപ്പോൾ ബൈ ബൈ. നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. ഇത് പാറുവിൻ്റെ പെറ്റിക്കൂട്ട് എടുത്ത് വെക്കേണ്ടത്, പാറുവിൻ്റെ നാളത്തെ യൂണിഫോമിൻ്റെ പെറ്റിക്കോട്ട്. അപ്പം നമ്മൾ പെറ്റിക്കോട്ടും ട്രൗസറും പാൻറ്റീസും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യൂണിഫോമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. യൂണിഫോമൊക്കെ നമ്മൾ UKG സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷർട്ട് അത് തന്നെ മതിയെന്ന് വിചാരിച്ചു. പുതിയ യൂണിഫോം ആയാലും ഞാനത് എടുത്ത് വെക്കും, ഇത് കേടായിട്ട് എടുക്കത്തുള്ളൂ. അടുത്ത കൊല്ലം യൂണിഫോമേ മേടിക്കേണ്ട എന്നൊരു ഐഡിയയിലാണ്. അപ്പോൾ യൂണിഫോമൊക്കെ സെറ്റ് ചെയ്തു. പുതിയ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. അതായത് മഴക്കാലം കഴിഞ്ഞവരെ ചെരുപ്പായിരിക്കും. പിന്നെ ഇതൊക്കെ നമുക്ക് പ്രമോഷന് കിട്ടിയതാണ് കേട്ടോ. നമുക്കിത് ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ ശരിക്കും പണ്ടുണ്ടെങ്കിൽ ഞാനായാലും ഗീത നമ്മുടെ സ്പ്രിൻറ്റ് കൊണ്ടുപോകണ കുപ്പി ഉണ്ടല്ലോ, അതിലൊക്കെ വെള്ളം കൊണ്ടുവരുന്നത്. സാധാരണ ഒരു ചോറ്റും പാത്രത്തിൽ ചോറ് കൊണ്ടുവരുന്നത്. അത് കൊല്ലങ്ങളോടെ 4 കൊല്ലമൊക്കെ ഒരു ചോറ്റും പാത്രം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മക്കൾക്ക് ഇത് കിട്ടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും അതേപോലെ എനിക്ക് പേടിയുമാണ്. കാരണം നമ്മളൊക്കെ അതിൻ്റെ വില അറിഞ്ഞ ആൾക്കാരായതുകൊണ്ട് നമുക്കിപ്പോഴും ലൈഫ് ലോങ് നമ്മുടെ മരണം വരുന്നതിൻ്റെ വില അറിയാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് എന്താ പറയുക, അതിൻ്റെ വില അറിയില്ല. ഈശ്വര, പൈസയുടെ വില അറിയാണ്ട് അവർ വളരുമോ? സീരിയസ്ലി ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്കായാലും കീത്തുനൊക്കെയല്ല, അതൊക്കെ അറിഞ്ഞവരെ വളർത്തണം. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഓരോ പൈസയും അറിഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങൾ പാറുവിനോടൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കും കേട്ടോ. പാറുട്ട ഇത് നമുക്ക് അങ്ങനെയാണ്. ഞാൻ കുറേയൊക്കെ പാറുവിനെ അറിയാം. പിന്നെ ഇതൊക്കെ നമുക്ക് പ്രമോഷന് കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അഫ്കോഴ്സ് എൻ്റെ പാറുമോളുടെ കഴിഞ്ഞ കൊല്ലത്തെ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ ഇക്കൊല്ലം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ മറ്റേ എന്താ പറയുന്നത്, അതിൻ്റെ ടിഫിൻ ബോക്സിൻ്റെ എന്തൊക്കെയോ കേടായി. പിന്നെ ഇത് പ്രമോഷൻ ചെയ്ത ആൾ കണ്ടിട്ടുണ്ട്, പാറുവിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുള്ളത്. കുഞ്ഞുമക്കളല്ലേ, ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഇതൊക്കെ കൊണ്ടുപോയി. അപ്പോൾ എന്നോട് പറഞ്ഞ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 പൗച്ചും അതേപോലെ തന്നെ ഇത് കിട്ടിയതാണ് കേട്ടോ. പെൻസിലൊക്കെ പിന്നെ എല്ലാ ദിവസവും കൊണ്ട് കളഞ്ഞിട്ട് വരും. ഇനി അതിനുള്ള അങ്കംവട്ടാണ്. 1ാം ക്ലാസ് ആയി, ഒരുപാട് പഠിക്കാനുണ്ട്. എല്ലാ ദിവസവും എക്സാം ആയിരിക്കും. പാറിൻ്റെ സ്കൂളിലും അങ്ങനെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നതാണ്. അതായത് എക്സാമൊക്കെ എപ്പോഴെപ്പോഴും എടുത്തുകൊണ്ടിരിക്കും. എനിക്ക് അതും കുറേയൊക്കെ എന്തൊക്കെയോ ടെൻഷൻസ് ഉണ്ട് കേട്ടോ. 1ാം ക്ലാസ് ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ മക്കളെ നമ്മളിപ്പോൾ പിടിച്ചാലേ ഗൈസ് കുറച്ചാളുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ പിടിക്കാൻ വേണം. അപ്പം മേമ കഴിഞ്ഞ ദിവസം പോയിട്ട് ഉണ്ട, ബണ്ണ്, റിബൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിബൺ ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ കേട്ടോ. കട്ട് ചെയ്തത് കുറച്ച് ഷോർട്ടായി പോയിട്ടുണ്ടായിരുന്നു കേസ്. എന്നാലും കുഴപ്പമില്ല, ഒരൊറ്റ കെട്ട് കെട്ടാം. അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വലിയ ദിവ്യേച്ചയാണ് എനിക്ക്, കുഞ്ഞോളുടെ അമ്മയാണ് എനിക്ക് റിബൺ തന്നത്. ഈ കളർ റിബൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം റിബൺ കിട്ടി. ഞാൻ അതിൻ്റെ സൈഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഒരു കട്ട് ചെയ്തിടുന്ന ഇഷ്ടം. അപ്പോൾ നമ്മൾ കെട്ടുമ്പോൾ ഒരു തുമ്പിനെ പോലെയൊക്കെ നിൽക്കും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബോയ്സിനൊക്കെ സുഖമാണ്, കുളിപ്പിക്കുക, മുടിയൊന്നും ഇങ്ങനെ ഈരി കൊടുക്കുക ഒരു ചന്ദനത്തോടെ. പക്ഷേ ഗേൾസിന് അങ്ങനെയല്ല. പ്രത്യേകിച്ച് മുടി ഉണ്ടെങ്കിൽ അത് മുടയാൻ നിൽക്കണം. അയ്യോ, എനിക്കൊന്നും നീർവാച്ചിൽ കിട്ടത്തേ ഇല്ല. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളയും മാലയും പാദസരവും എല്ലാം അയച്ചില്ലേ. ഇനി എല്ലാത്തിനോടും ബൈ ബൈ. ഇനി എപ്പോഴും ഇതൊക്കെ ഇനി അടുത്ത വെക്കേഷനൊക്കെ ആവട്ടെ. അപ്പൊ റെഡിയല്ലേ? റെഡിയല്ലേ? നാളെ എനിക്ക് റെഡിയല്ലേ? അമ്മ വിളിക്കുമ്പോ എനിക്ക് രണ്ടാ പാറട്ടാ. നല്ല കുട്ടിയായിട്ട് എനിക്കണം. ഗുഡ് ഗേൾ ആയിട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ. ഓക്കെ,
ഞാൻ എന്നോടും കൂടെ പറയാണ്, ഗുഡ് ഗേൾ ആയിട്ട് ഞാൻ നാളെ എണീക്കണം. ഏട്ടാ അലാറാം അടിക്കുമ്പോൾ എന്നെ വിളിച്ച് എണീപ്പിക്കണം. ഡ്യൂട്ടി ആയിട്ട് ഡീലാണ്. അപ്പോൾ ഗൈസ് ബൈ ബൈ, സീ യു. നമുക്ക് കാണാം.